ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജോസ്ന ജോസ്. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ലോക്സഭയിലെ പ്രത്യേക ചർച്ച പുരോഗമിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ കേവലം ഒരു സൈനിക നടപടി മാത്രമല്ലെന്നും ഭീകരതയ്ക്കെതിരെയുള്ള രാജ്യത്തിന്റെ നയവും ജനങ്ങളോടുള്ള സർക്കാരിന്റെ ഉത്തരവാദിത്തവും കൂടിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് ആഗോളതലത്തിൽ ധാരണ രൂപപ്പെടുത്താനാണ് ഇന്ത്യ ശ്രമിച്ചതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. അതേസമയം പഹൽഗാമിൽ എങ്ങനെ ഭീകരർ നുഴഞ്ഞുകയറിയെന്നത് അന്വേഷിക്കണമെന്നും സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷത്തു നിന്നും കോൺഗ്രസ് എംപി ഗൌരവ് ഗൊഗോയ് പറഞ്ഞു. വിഷയത്തിൽ നാളെ രാജ്യസഭയിലും പ്രത്യേക ചർച്ച നടക്കും. ഐക്യരാഷ്ട്രസഭയുടെ 2025 ഉന്നതതല രാഷ്ട്രീയ ഫോറത്തിൽ ഇന്ത്യയുടെ മൂന്നാമത് വോളണ്ടറി നാഷണൽ റിവ്യൂ അവതരിപ്പിച്ചു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സംബന്ധിച്ച ഉന്നതതല രാഷ്ട്രീയ ഫോറത്തിന്റെ മന്ത്രിതല വിഭാഗത്തിലാണ് നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെറി റിപ്പോർട്ട് അവതരിപ്പിച്ചത്. സുസ്ഥിര വികസനത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലുടനീളമുള്ള ഒരു ദശാബ്ദക്കാലത്തെ നിർണായക നയപരിപാടികളും പരിവർത്തന ഫലങ്ങളും റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട്. ബീഹാറിലെ കരട് വോട്ടർ പട്ടിക പുനഃപരിശോധനയ്ക്ക് ശേഷം ഓഗസ്റ്റ് 1 പ്രസിദ്ധീകരിക്കരുതെന്ന ഹർജി സുപ്രീംകോടതി തള്ളി. പട്ടിക ഒരു കരട് മാത്രമാണെന്നും നിയമവിരുദ്ധമായി എന്തെങ്കിലും കണ്ടെത്തിയാൽ പിന്നീട് പരിശോധിക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ആധാർ, ഇലക്ഷൻ തിരിച്ചറിയൽ കാർഡുകൾ, റേഷൻ കാർഡുകൾ എന്നിവ പരിശോധനയ്ക്കായി പരിഗണിക്കണമെന്ന സുപ്രീംകോടതി നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാലിക്കുന്നില്ലെന്ന് ഹർജിക്കാർ ആരോപിച്ചു. ഔദ്യോഗിക വസതിയിൽ പണം കണ്ടെത്തിയ സംഭവത്തിൽ അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഹർജി സുപ്രീംകോടതി പരിഗണിച്ചു. കേസിൽ യശ്വന്ത് വർമ്മ കുറ്റക്കാരനാണെന്നുള്ള ഇൻഹൌസ് ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് ചോദ്യം ചെയ്യുന്നതാണ് ഹർജി. കേസിൽ കോടതി മറ്റന്നാൾ വീണ്ടും വാദം കേൾക്കും. ഡൽഹിയിൽ വർദ്ധിച്ചുവരുന്ന തെരുവുനായ ആക്രമണങ്ങളിൽ സ്വമേധയാ കേസെടുത്ത് സുപ്രീംകോടതി. ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് മാധ്യമവാർത്തയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തത്. തെരുവുനായ ആക്രമണങ്ങളിൽ കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ ബാധിക്കപ്പെട്ടതിനാൽ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കുറയുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. മന്ത്രി P രാജീവിന്റെ സാന്നിധ്യത്തിൽ കൊച്ചിയിൽ വ്യവസായികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. മായം ചേർത്ത എണ്ണ വിപണിയിലെത്തുന്നത് തടയാൻ പരിശോധനകൾ ശക്തമാക്കുമെന്ന് മന്ത്രി P രാജീവ് യോഗത്തിന് ശേഷം അറിയിച്ചു. സംസ്ഥാനത്ത് ഗർഭാശയകള ക്യാൻസർ പ്രതിരോധത്തിനായി +1, +2 വിദ്യാർത്ഥിനികൾക്ക് HPV വാക്സിനേഷൻ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഒരാഴ്ചയ്ക്കകം വാക്സിൻ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കും. വാക്സിൻ കൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ് ഗർഭാശയകള ക്യാൻസർ. സംസ്ഥാന സഹകരണ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവരുടെ മസ്റ്ററിംഗ് ആധാർ അധിഷ്ഠിത ബയോമെട്രിക്കിലേക്ക് മാറ്റുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി VN വാസവൻ മറ്റന്നാൾ നിർവഹിക്കും. ബോർഡിന്റെ സേവനങ്ങൾ പൂർണ്ണമായും ഓഫീസിലേക്ക് മാറ്റുന്ന സംവിധാനം മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് മറ്റന്നാൾ 1 വയസ്സ്. പുനരധിവാസത്തിന്റെ ഭാഗമായി 410 വീടുകളിലായി 1662ലധികം ആളുകൾക്ക് താമസിക്കാൻ കഴിയും വിധം ടൌൺഷിപ്പിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഡിസംബറിന് മുമ്പായി മുഴുവൻ വീടുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കി കൈമാറാനാണ് ശ്രമമെന്ന് ചൂരൽമല ടൌൺഷിപ്പ് സ്പെഷ്യൽ ഓഫീസർ S സുഹാസ് പറഞ്ഞു. ആംഡ് ഫോഴ്സ് ബറ്റാലിയൻ ADGP MR അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷണറായി നിയമിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. എക്സൈസ് കമ്മീഷണറായിരുന്ന മഹിപാൽ യാദവ് അവധിയിൽ പോയ ഒഴിവിലാണ് അജിത് കുമാറിന് നിയമനം. നിറപുത്തരി പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. മറ്റന്നാൾ പുലർച്ചെ 5:30നും 6:30നും ഇടയിലാണ് നിറപുത്തരി പൂജകൾ. നിറപുത്തരിക്കായുള്ള നെൽക്കതിരുകളുമായി ഘോഷയാത്ര നാളെ രാവിലെ 4:30ന് അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും മറ്റന്നാൾ പുലർച്ചെ നിറപുത്തരി ചടങ്ങ് നടക്കും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രവാസികൾക്കും പേര് ചേർക്കാം. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഫോം 4A പ്രവാസികൾ അപേക്ഷ നൽകേണ്ടത്. മാർഗനിർദ്ദേശങ്ങൾ scc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതിർത്തിയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് തായ്ലൻഡും കംബോഡിയയും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായി. മലേഷ്യയിലെ പുത്രജയയിൽ കംബോഡിയ പ്രധാനമന്ത്രിയുടെയും തായ് ആക്ടിംഗ് പ്രധാനമന്ത്രിയുടെയും സാന്നിധ്യത്തിൽ മലേഷ്യൻ പ്രധാനമന്ത്രിയാണ് പ്രഖ്യാപനം നടത്തിയത്. ചെസ് വനിതാ ലോകകപ്പ് കിരീടം നേടി ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖ്. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ദിവ്യ. ഫൈനലിൽ ഇന്ത്യയുടെ തന്നെ കൊനേരു ഹംപിയെയാണ് ടൈ ബ്രേക്കറിൽ പരാജയപ്പെടുത്തിയത്. ഇതോടെ ഗ്രാൻഡ് മാസ്റ്റർ സ്ഥാനം നേടുന്ന 4ാമത്തെ ഇന്ത്യൻ വനിതയായി 19-കാരിയായ ദിവ്യ ദേശ്മുഖ്. സംസ്ഥാനത്തെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ BJP നിയോഗിച്ച പഠന സമിതിയുടെ അധ്യക്ഷനായ അദ്ദേഹം കൃഷിമന്ത്രി P പ്രസാദിനെ സന്ദർശിച്ച് നിവേദനം നൽകി. സംസ്ഥാനത്ത് ശക്തമായ കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി അപകടം ഒഴിവാക്കാൻ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് KSEB. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.